കൂലി എന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ട് വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളൊരു ചോദ്യം വലുതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സിനിമയുടെ സ്പോയിലേഴ്സ് ഇതിനകത്ത് കാണും. സോ ഇതുവരെ സിനിമ കാണാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. സോ ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഈ ഒരു സൗബിൻ്റെ ആ ഒരു ക്യാരക്ടറിലാണ് ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് വരുന്നത്. ഒരു വലിയ ക്യാരക്ടർ ആർക്കാണ് സൗബിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നല്ലൊരു ക്യാരക്ടറൈസേഷൻ കിട്ടിയതും സൗബിന് തന്നെയാണ്. സോ അങ്ങനെയുള്ള ഒരു പ്ലേസിലാണ് നമ്മൾ രജനീകാന്തിൻ്റെ ദേവ എന്ന് പറയുന്ന ക്യാരക്ടർ പ്ലേസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഹോസ്റ്റൽ നടത്തുന്ന ഒരു മാൻഷൻ നടത്തുന്ന ഒരാളായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സഡനായിട്ടുള്ള സത്യരാജിൻ്റെ മരണമാണ് ഈ ഒരു കോൺഫ്ലിക്റ്റിലോട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരു ചെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ചെയറിൽ വെച്ച് ഒരു 30 സെക്കൻഡിനുള്ളിൽ തന്നെ ആ ഒരു ബോഡി ക്രിമേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു സംഭവം കണ്ടുപിടിക്കുന്ന ഒരാളാണ് സത്യരാജ്. സോ അത് അപ്രൂവ് ആവാതെ വരികയും പിന്നെ അവർ നാഗാർജുനയുടെ ടീം ഇദ്ദേഹത്തെ സമീപിക്കുകയും ഇദ്ദേഹത്തെ വിരട്ടുകയും പിന്നെ അങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ 3 to 4 years കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ഇതാണ് സിനിമയുടെ കഥ. ഇങ്ങനെയുള്ളൊരു വീക്ക് സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് തന്നെയാണ് സിനിമ എത്ര നോക്കിയിട്ടും ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ അതിനെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ ഈ ഒരു സ്ക്രീൻ പ്ലേയിൽ ഒത്തിരി ലോജിക്കൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതായത് എൻ്റെ ക്യാരക്ടറിൻ്റെ മരണത്തിന് ആ ഒരു വീട്ടിൽ രജനി പോകും. സോ അങ്ങനെ ആ ഒരു രജനി അവിടെ പോകുന്ന സമയത്ത് സുധീഹാസൻ ആ ഒരു മാലയൊക്കെ വലിച്ചു തോന്നി പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ എന്താണ് രജനി സത്യരാജുമായിട്ട് നിങ്ങൾ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കപ്പം തോന്നും. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ആദ്യത്തെ പ്രശ്നം. പിന്നെ ആ ഒരു ചേതൻ്റെ സംഭവം, ആ ഒരു ചേതൻ്റെ സംഭവം രജനി പിന്നെ പഠിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ പഠിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് വേറൊരാളെ വെച്ച് ഒരു നാഗാർജുനയുടെ ടീമിനെ പഠിപ്പിച്ചു കൂടായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് മാറുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് രജിത റാമിൻ്റെ ക്യാരക്ടറും ആ ഒരു ചേത യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സിനിമയിൽ കുറേ ലോജിക്കൽ ലൂപ്പ് ഹോൾസ് അങ്ങനെ ഈ ഒരു സ്ക്രീൻ പ്ലേയിലുണ്ട്. അതൊന്നുമല്ലാതെ തന്നെ നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ ഈ ഒരു സീനും മറ്റൊരു സീനുമായിട്ട് എന്തായിരുന്നു കണക്ഷൻ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും സിനിമ റൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു രജനിയുടെ ക്യാരക്ടറൈസേഷൻ തന്നെ അത്ര കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ റൈറ്റിംഗ് തന്നെയാണ്. കാരണം രജനിയെപ്പോലെ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ, സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ഒത്തിരി രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ നോക്കായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. രജനിയുടെ പെർഫോമൻസിന് അപ്പുറത്തേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള റൈറ്റിംഗ് ഒന്നും ഈ ഒരു സിനിമ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. പിന്നെ കുറേ ചോദ്യങ്ങൾ നമ്മൾ തപ്പി നോക്കിയാൽ കിട്ടും. അതായത് ഈ ഒരു നാഗാർജുനയുടെ ക്യാരക്ടറിനെ തന്നെ എന്തിനാണ് ഈ ഒരു സൗബിൻ്റെ ക്യാരക്ടറിനെ കുഴിച്ചിടാൻ വിടുന്നത്, അങ്ങനെയുള്ള പല സംഭവങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. സിനിമ പാർട്സിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഈ ഒരു ഇൻ്റർവെല്ലിന് മുമ്പുള്ള കുറേ സംഭവങ്ങൾ അത് പെട്ടെന്ന് നടക്കുന്ന ഓരോ റഷും കാര്യങ്ങളൊക്കെ ടെൻഷൻ ബിൽഡിങ്ങും ഒക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് നടക്കുന്ന പ്രീ ക്ലൈമാക്സും അതിൻ്റെ ഒരു ടെൻഷൻ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ കൂടുതലും വർക്കൗട്ട് ആവുന്നുണ്ട്. ഈ ഉപേന്ദ്രയുടെ ക്യാരക്ടർ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ആ ഒരു ക്യാമിയോ വരുന്നത് നല്ലൊരു അടിപൊളി സീനുമായിരുന്നു അദ്ദേഹം വരുന്ന ആ ഒരു സീക്വൻസ്. പക്ഷേ എന്നിരുന്ന ഒരു സൗബിൻ്റെ കസ്റ്റഡിയിൽ ഈ ഒരു സുധീഹാസൻ ഇരിക്കുമ്പോൾ ഈ ഉപേന്ദ്രയെ വിട്ട് രക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതല്ലാതെ തന്നെ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്തൊരു വില്ലൻ ക്യാരക്ടറാണ് ഈ ഒരു ആൻറ്റോഗണിസ്റ്റ്, ഈ ഒരു നാഗാർജുന എന്ന ഈ ക്യാരക്ടർ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റൈറ്റിംഗ് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ലുക്കും ഗ്ലാമറും സ്വാഗും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു രീതിയിലുള്ളൊരു മണ്ടൻ വില്ലൻ ക്യാരക്ടറായി പോയി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം. ആകെയുള്ളത് സൗബിനാണ്. സൗബിൻ്റെ ക്യാരക്ടർ ആർക്കും പെർഫോമൻസാണ് അത്യാവശ്യം വർക്കൗട്ട് ആയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൈതി, മാനകരം, വിക്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രസം തോന്നും. ആ ഒരു ഇൻ്റലിജൻറ്റ് സ്ക്രീൻ പ്ലേ ആണെന്നുള്ളൊരു സംഭവം തോന്നും. പക്ഷേ ഇവിടെ അതൊന്നും തോന്നിക്കുന്നില്ല എന്നുള്ള ഈ ഒരു അമീർ ഖാൻ്റെ ആ ഒരു ക്ലൈമാക്സിലെ ആ സംഭവം. സോ അതെന്ന് പറയുന്നത് ഒരു അമീർ ഖാന് കിട്ടിയ ഏറ്റവും ബാഡ് ക്യാമിയോ ആയിട്ട് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യമായ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ക്യാമിയോ ആയി എന്ന് മാത്രമല്ല, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഇങ്ങനെ ഒരു റോളിൽ വിളിക്കുമ്പോൾ സോ അതിന് മുമ്പ് കൊടുക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട് നാഗാർജുനയുടെ ക്യാരക്ടർ. സോ ഒരുത്തം വരും, ഒരു പ്രശ്നം വരും, നിനക്ക് അത് രക്ഷപ്പെടാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു ഹൈപ്പാണ് അദ്ദേഹം കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു ഹൈപ്പ് കൊടുക്കുമ്പോൾ അതിൻ്റെ 1/3 ലെവലുള്ളൊരു ക്യാമിയോ ആണ്. സോ ഒരു അമീർ ഖാൻ വന്നിട്ട് ഈ ഒരു രജനിയെ കണ്ട് സല്യൂട്ട് അടിച്ച് പോകുന്ന പോലത്തെ ഒരു ക്യാമിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. അങ്ങനെയുള്ള സീക്വൻസ് പോലും റൈറ്റിംഗ് വളരെ വീക്കാണ്. സോ വളരെ വീക്കായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും വളരെ വീക്കായിട്ടുള്ള റൈറ്റിങ്ങുമാണ് മൂവിയുടെ കുറേ സംഭവങ്ങൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോകുന്നത്. പാർട്സിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൻ്റെ ടൈമിലുള്ള 15-20 മിനിറ്റ് മുമ്പുള്ള സംഭവങ്ങളും അതിനോട് തന്നെ രജിത റാമിൻ്റെ റോളും അതുപോലെ സൗബിൻ്റെ ആ ഒരു പെർഫോമൻസും ഉപേന്ദ്രയുടെ ആ ഒരു ക്യാമിയോയും പ്രീ ക്ലൈമാക്സിലുള്ള സംഭവങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതാണ് സിനിമ ബിലോ ആവറേജ് ഡിസാസ്റ്ററിലോട്ട് പോകാതെ ഒരു ആവറേജ് അനുഭവമായി മാറുന്നത്. സോ അതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. പിന്നെ കുറേ ഹൈപ്പ് ഈ ഒരു മൂവിക്ക് ഉണ്ടായിരുന്നു. ആദ്യത്തെ 1000 കോടി അടിക്കാൻ പോകുന്ന തമിഴ് സിനിമയാണെന്നുള്ളൊരു ഹൈപ്പ്, അല്ലാതെ തന്നെ ലോകേഷ് രജനീകാന്ത് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഹൈപ്പ്, പിന്നെ ഇവിടെ സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഉപേന്ദ്ര, നാഗാർജുന, അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഈ സിനിമയിൽ ഹൈപ്പ് വരാൻ.
ഇറങ്ങിയത് വാർ 2 ആണ് എന്നുള്ളത് കൂലിക്ക് കിട്ടിയ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ വാർ 2വിനെ കുറിച്ച് ആരും കൂടുതൽ സംസാരിക്കുന്ന പോലുമില്ല.